30 നവംബറിലുള്ള വീഡിയോ ആണിത്. ഇപ്പോൾ 10:30 ആവാറായി. 10:15 ഉറക്കം എണീറ്റ് താഴെ പോയിട്ട് ബിരിയാണി എന്തെങ്കിലും ചൂടാക്കി കൊണ്ടുവരും. സ്നാക്സൊക്കെ എന്തെങ്കിലും എടുക്കും. ചിലപ്പോൾ ചായയിട്ട് കാപ്പിയായിട്ട് കുടിക്കും, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കും, എഡിറ്റ് ചെയ്യും, അപ്ലോഡ് ചെയ്യും. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഉറക്കം അത്ര അങ്ങോട്ട് മാറിയിട്ടില്ല. ഇന്നലെ ഉറങ്ങിയപ്പോൾ 2:30 എങ്ങാണ്ടായി. ഉറക്കമുണ്ട്. കുറച്ചുകൂടി ഉറങ്ങണമെന്നുണ്ട്, പക്ഷേ വേണ്ട, സമയമില്ല. ഇപ്പോൾ തന്നെ ലേറ്റ്. ഒരുപാട് ജോലിയുണ്ട് വേറെ. ഇന്നിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ജോലികൾ വരും. അപ്പോൾ ഇന്ന് നവംബർ 30 11:30 ആവാറായി. ഞാൻ എൻ്റെ ഡ്രസ്സ് ഉണങ്ങിക്കിടന്നത് പോയി എടുത്തിട്ട് വന്നു. എന്നിട്ട് 2-3 ഇന്നലെ വിരിക്കാതെ വെച്ചിരുന്നു. കാരണം മഴയാണെങ്കിൽ റൂമിനകത്തിട്ട് ഉണക്കാമെന്ന് കരുതി അതിനെ കൊണ്ടുപോയി വിരിച്ചു വിട്ടു. ഉണങ്ങി നല്ല പപ്പടം പോലെ കിടപ്പുണ്ടായിരുന്നു. ആ ഡ്രസ്സെല്ലാം ഇങ്ങ് എടുത്തിട്ടും വന്നു. എന്നിട്ട് ബിരിയാണി ഇന്നലെ ഉണ്ടായിരുന്നല്ലോ, അതിനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചുള്ളൂ. ബാക്കി ഫുൾ തിരക്കുമായിരുന്നു. കഴിക്കാനും എനിക്ക് മൂടില്ല. ജോലി ചെയ്യുന്നത്, ഒരുപാട് ജോലി ചെയ്യുമ്പോൾ കഴിക്കാൻ ഭയങ്കര ഇതാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഞാൻ ബിരിയാണി ചൂടാക്കി കുറച്ച് നെയ്യ് ഒഴിച്ചു. ഞാൻ കുറച്ച് ബിരിയാണി എടുത്ത് ചൂടാക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കുരുമുളകും കൂടി എക്സ്ട്രാ ഇട്ടു. കാരണം ചേട്ടൻ ബ്രദർ ഉണ്ടാക്കുന്നത് ഒരു വീഡിയോ നോക്കിയിട്ടാണ്. അപ്പോൾ അതിന് ഒരു അല്പം പോലും തെറ്റാതെയാണ് ആ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ബേ ലീഫൊക്കെ കിടക്കുന്നു. അപ്പോൾ അത് തെറ്റാതെ ചെയ്യണോണ്ട് എരിവ് അതിന് കുറച്ച് കുറവാണ്. ഉപ്പ് മാത്രം അവൻ ഒരല്പം കൂട്ടിയിടും. കാരണം ഇല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഉപ്പ് ഓരോരുത്തരുടെ ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം കൂട്ടിയിടും. എരിവൊക്കെ എല്ലാം പെർഫെക്റ്റായിട്ട് അതുപോലെ ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് എരിവ് വേണമെന്നുള്ളതുകൊണ്ട് ഇനി ഇതിൽ പൊടികളൊന്നും ഇട്ട് കൊള്ളാക്കണ്ടെന്ന് കരുതി കുറച്ച് കുരുമുളക് മാത്രം ഇട്ട് ചൂടാക്കി. എന്നിട്ട് മുട്ട ഇന്നലെ ഞാൻ താറാമുട്ട എനിക്ക് 2 ചേട്ടന് 1 വെച്ചായിരുന്നു. ചേച്ചി അങ്ങനെ പുഴുങ്ങി അധികം അങ്ങനെ കഴിക്കാറില്ല. മുട്ടക്കറിയാണെങ്കിൽ കഴിക്കും, ബിരിയാണിയുടെ കൂടെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുകയാണെങ്കിൽ കഴിക്കും. അല്ലാതെ നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ദമ്മ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ മുട്ട അധികാരം കഴിക്കാറില്ല, ഞാനേ കഴിക്കാറുള്ളൂ. അപ്പോൾ ചേട്ടന് വേണ്ടായിരുന്നു മുട്ട. അപ്പോൾ അതും ബാലൻസ് വന്നു. ഞാൻ ഒരു പ്രാവശ്യമല്ലേ കഴിച്ചുള്ളൂ, രാത്രി കഴിച്ചില്ലല്ലോ. അപ്പോൾ അതും ബാലൻസ് വന്നു. അപ്പോൾ അത് അമ്മയുടെ അടുത്ത് ഫ്രിഡ്ജ് വയ്ക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ അത് വെച്ചിരുന്നു. അപ്പോൾ അത് ഇനി കളയണ്ടല്ലോ എന്ന് കരുതി അമ്മ ഇന്ന് രാവിലെ അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. മുട്ട വെറുതെ അവിച്ചെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുഴപ്പമില്ല, ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞ്. അല്ലെങ്കിൽ അമ്മ അങ്ങനെ കഴിക്കാൻ സമ്മതിക്കില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ കഴിക്കണേ കുഴപ്പമില്ല എന്ന്. എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഒരു വീഡിയോയിൽ ഞാൻ അവരങ്ങനെ കഴിക്കാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതെനിക്ക് അറിഞ്ഞൂടാ, മിക്കവാറും അത്ര ഹെൽത്തി ആയിരിക്കില്ല. എന്നാലും ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് താറാമുട്ടയല്ലേ എന്നും പറഞ്ഞ് ഞാൻ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം വെയിൽ കണ്ടു. സാധാരണ എനിക്ക് മഴയാണ് ഇഷ്ടം, മഴയും മഴ മൂടിയ ക്ലൈമറ്റും. പക്ഷേ ഇന്ന് വെയിൽ കണ്ടപ്പോൾ ഒരു സന്തോഷം. കാരണം ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു നല്ല വെയിൽ കാണുന്നത്. അപ്പോൾ ചെറിയ ജലദോഷമുണ്ട്. കാരണം ഇന്നലെ ഫുൾ ജോലി ആയിരുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തല വേർത്ത് എനിക്ക് തുമ്മലൊക്കെ വരും. തല വേർത്തിരിക്കുമ്പോൾ തുടച്ചില്ലെങ്കിൽ തല തുമ്മലൊക്കെ വരും. അപ്പോൾ അങ്ങനെ ചെറിയ ജലദോഷമുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കഴിച്ചിട്ട് വീഡിയോ എഡിറ്റിങ്, അപ്ലോഡിങ്, പിന്നെ കുറച്ച് വീഡിയോസ് ഹിന്ദി സീരിയലും ഡിസ്പ്ലേ ഇറക്കാം. അപ്പോൾ അത് പറ്റുമെങ്കിൽ കുറച്ച് സ്ട്രെസ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ അത് കാണും. പിന്നെ സ്നാക്സൊക്കെ കഴിക്കും. പിന്നെ ഒരു ലോഡ് സ്നാക്സ് ഇന്നലെ വാങ്ങിയിട്ട് ഒരു 4-5 അതിൽ കൂടുതൽ കുപ്പി ഫ്രൂട്ടി സ്ലൈസാണ് കേട്ടോ. ഫ്രൂട്ടി ഉണ്ടോയെന്ന് അറിഞ്ഞൂടെ, ഞാൻ ബോട്ടിൽ നോക്കട്ടെ. അപ്പോൾ അതും വാങ്ങി ഇഷ്ടം പോലെ. അതായത് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ അവിടെ കൊടുത്തപ്പോഴത്തേക്ക് ഒരുപാട് ബൾക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട്, അതായത് തിരിച്ച് കിട്ടിയില്ലെങ്കിലോ നല്ല ബൾക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓർഡർ എടുത്തില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ചേട്ടൻ്റെ കയ്യിൽ കുറേ സാധനങ്ങൾ അമ്മ അരി കുരുമുളക് എല്ലാം വാങ്ങാനായിട്ട് ഓർഡർ ചെയ്തു. ഞാനാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാൻ അതിൽ കുറേ സ്നാക്സ് കൊടുത്തു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് ഒരുപാട് 5000-നും കുറേ മേലെ ആയതുകൊണ്ടായിരിക്കും അതെന്തോ ഓർഡർ, അതുകൊണ്ടായിരുന്നില്ല, പക്ഷേ അത് പിന്നെ കറക്റ്റാക്കി. അപ്പോൾ ഓർഡർ ഇതായില്ല. അതുകൊണ്ട് കുറേ സാധനം ഞാൻ കൊടുത്ത സ്നാക്സ് മിഠായി എല്ലാം അവൻ ക്യാൻസൽ ചെയ്തെന്ന് എൻ്റെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിലൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ചേച്ചി ഇതേ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അവൾ കൊടുക്കാമെന്ന് പറഞ്ഞ് സെപ്പറേറ്റ് വേറെ 2, കാരണം ഒരാളെ ഇന്ന് കൊടുത്തല്ലോ. അപ്പോൾ അതുകൊണ്ട് അടുത്ത ആൾ, അവൾ ഇടയ്ക്ക് ഇങ്ങനെ സാധനം വാങ്ങാറുണ്ട്, ഇങ്ങനെ നമ്മുടെ വീട്ടിലെ ഗ്രോസറിയൊക്കെ വാങ്ങും. അപ്പോൾ അവൾ ശരി നമുക്ക് എന്തായാലും കുറേ കഴിക്കാൻ വാങ്ങാമെന്ന് പറഞ്ഞ് അവളേലും ഞാൻ ഓർഡർ കൊടുത്തു. എൻ്റെ ചേട്ടൻ എന്നെ പറ്റിച്ചതായിരുന്നു. അവൾ കുറച്ച് ക്യാൻസൽ ചെയ്തു, പക്ഷേ ഒരുപാടൊന്നും ക്യാൻസൽ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ സാധനങ്ങൾ വന്നപ്പോഴത്തേക്കും ചേച്ചി ഓർഡർ കൊടുത്തപ്പോൾ കുഴപ്പമില്ലല്ലോ, കാരണം അവൾ അധികം കൊടുത്തിട്ടില്ല. നമ്മൾ ആദ്യം കൊടുത്തപ്പോഴും അവൾ കൊടുത്തില്ലായിരുന്നു. അപ്പോൾ ആ കുറേ സ്നാക്സും അതിൻ്റെ കൂടെ എന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ കൊടുത്ത കുറേ സ്നാക്സും എല്ലാം കൂടി തുറന്നപ്പോഴത്തേക്ക് അവൻ എന്നെ പറ്റിക്കുമായിരുന്നു. അവ അത്രയൊന്നും ക്യാൻസൽ ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു വണ്ടി സ്നാക്സായി. സ്നാക്സ് എന്ന് പറഞ്ഞാൽ മുട്ടായി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി അമ്മയുടെ വായിൽ നിന്ന് പൂരത്തെറിയും കേട്ട് ഒരു നിവർത്തില്ലായിരുന്നു. ഞാൻ വീഡിയോ എടുത്ത് ചിലപ്പോഴേ അപ്ലോഡ് ചെയ്തു, കാരണം അത് അത്ര അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനത് നിങ്ങളെ കാണിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് വീഡിയോ ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ എടുത്തല്ല, അരിയും വെച്ച ഇതൊക്കെ. അരി, സവോള ഇതൊക്കെ ഭയങ്കര ലാഭമാണ് കേട്ടോ. നിങ്ങൾ അവിടെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ
സാധാരണ നമ്മൾ ഇവിടുത്തെ കടകളിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി ലാഭം അവിടെ നിന്ന് ബൾക്കായിട്ട് 5 കിലോ 6 കിലോ വാങ്ങിച്ചപ്പോഴായിരുന്നു. 1 കിലോ വാങ്ങിച്ചാലും അതേ പ്രൈസ് ലാഭം ഉണ്ടെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ബാക്കി സ്നാക്സൊക്കെ ഒരേ വിലയാണ്, കുറച്ച് വ്യത്യാസമൊക്കെ വരും. ഇപ്പോൾ 70 രൂപയുടെ സിൽക്ക് 67 രൂപ അങ്ങനത്തെ ഓഫറൊക്കെ ഉണ്ട്. ഓഫറല്ല, അവരങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം ലാഭം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ എൻ്റെ സൗണ്ട് മാറ്റിയിട്ടുണ്ട്, കാരണം അമ്മയുടെ ഫുൾ വഴക്കും അതിലുണ്ട്. പിന്നെ ഈ സാധനങ്ങൾ അരിയും സവോളയൊക്കെ ഏതോ ഒരു അരി 7 രൂപയുടെ വ്യത്യാസം എന്തുണ്ട് നമ്മളിവിടെ അടുത്തുനിന്ന് വാങ്ങുന്ന കടയും അതും തമ്മിൽ, ഒരു മാർജിൻ ഫ്രീ എന്ന് വാങ്ങുന്നതും അതും തമ്മിൽ 7 രൂപയുടെ, 1 കിലോയ്ക്ക് 7 രൂപയുടെ വ്യത്യാസം. അപ്പോൾ നമ്മൾ 5 കിലോ വാങ്ങിക്കുമ്പോൾ എത്ര രൂപയുടെ വ്യത്യാസമായി? അരിയാണോ സവോളയാണോ എന്ന് ഓർമ്മയില്ല. അരി 13 രൂപയുടെ എന്തോ വ്യത്യാസം, 13 രൂപയുടെ വ്യത്യാസം. സവോള 1 കിലോയ്ക്ക് 7 രൂപയുടെ വ്യത്യാസമൊക്കെ. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് പിന്നെ അങ്ങ് സന്തോഷമായി, അതായത് വിഷം അങ്ങ് മാറി. കാരണം ഇത്രയും സാധനം ഞങ്ങൾ വാങ്ങിച്ചിടുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. അത് അൺഹെൽത്തിയാണ്, അതിൻ്റെ കൂടെ കാശും പോയില്ലേ. അപ്പോൾ അമ്മ എല്ലാം വാങ്ങി തരുന്ന ആളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അമ്മ വഴക്ക് പറഞ്ഞാലും വിഷമമില്ല, കാരണം അതിന് വേണ്ടി പിന്നെ അമ്മ വാങ്ങിത്തരും. അത്ര എന്ത് പറഞ്ഞാലും വാങ്ങിത്തരും. അതുകൊണ്ട് ഒരുപാട് കൂടുതലാണെങ്കിൽ മാത്രമേ അമ്മ വഴക്ക് പറയാറുള്ളൂ ബേക്കറി വാങ്ങണതിന്. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ലാഭമായപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി. പിന്നെ പഞ്ചസാര 1 കിലോ 48 രൂപയായിരുന്നു. ഞാനെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ അതൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത്രയും സാധനം, ഒരു കുഞ്ഞ് സാധനമുണ്ട്. അപ്പോൾ അതൊന്നും സാനിറ്റൈസ് ചെയ്തില്ല. ഞാൻ സ്ലൈസ് ഫ്രൂട്ടി മാത്രം സാനിറ്റൈസ് ചെയ്ത് ഇപ്പോൾ കുടിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ എടുത്തിട്ട് വന്നു. ഇത് ഫുൾ ഫ്രൂട്ടിയാണ്, ഫ്രഷ് ഫ്രൂട്ടിയല്ല, സ്ലൈസാണ് കേട്ടോ. നല്ല യമ്മി സ്ലൈസ്. എപ്പോഴൊന്നും വാങ്ങിക്കില്ല, അൺഹെൽത്തി, ഭയങ്കര മധുരമല്ലേ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴൊന്നും വാങ്ങിക്കില്ല. ഇതുപോലെ വല്ലപ്പോഴൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരുപാട് വാങ്ങിക്കും. അപ്പോൾ സാനിറ്റൈസ് ചെയ്യാത്തതുകൊണ്ട് മറ്റേ സ്നാക്സൊക്കെ എടുത്ത് വെച്ചേക്കണേ ഉള്ളൂ. ഇനി 4-5 ദിവസം കഴിഞ്ഞിട്ട് എടുക്കും. പൂത്ത് പണതൊന്നുമില്ല, ലഡു മാത്രം അങ്ങനെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അത് മാത്രം നേരത്തെ എടുത്തിട്ട് സാനിറ്റൈസ് ചെയ്തിട്ട് എടുക്കും. ഡപ്പിയൊക്കെ സാനിറ്റൈസ് ചെയ്തിട്ട് ഭക്ഷണം എടുക്കും. അപ്പോൾ ഇത് ഒരുപാട് നേരം ഞാൻ ഇങ്ങനെ ബിരിയാണി കാണിച്ച് വർത്താനം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും കഴിക്കാൻ പോയിട്ട് ഇപ്പോൾ തന്നെ 11:30 ആയി.